ഞാൻ പറഞ്ഞല്ലോ, കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ കാണാൻ, മന്ത്രിമാരെ കാണാൻ ഇവിടെ ആർക്കും ഒരു തടസ്സവുമില്ല. അത് മുൻകൂട്ടി അനുവാദം വേണ്ട, അത് കാണാം. നിങ്ങൾ അതിനപ്പുറത്തേക്ക് നിങ്ങൾ കൂടുതൽ അതിനകത്ത് വായിക്കാൻ പോകുമ്പോഴാണ് ഈ കുഴപ്പമുണ്ടാകുന്നത്. തീർച്ചയായിട്ടും അതൊരു ഫാക്ടറാണ്. ഇപ്പോൾ കേരളം ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു സംസ്ഥാനമാണ്. നമ്മുടെ ഒരു അവകാശവാദമാണ്. പക്ഷെ നമുക്ക് കേരളത്തിന് പുറത്തുനിന്ന് ഒരു വിദ്യാർത്ഥിനെ ഇങ്ങോട്ട് ആകർഷിക്കാൻ സാധിക്കുന്നില്ല എന്ന് മാത്രമല്ല, കേരളത്തിലെ വിദ്യാർത്ഥികൾ തൊട്ടടുത്ത് കോയമ്പത്തൂരിലും ഈറോഡിലും ബാംഗ്ലൂരിലും മൈസൂരിലും ഒക്കെ പോയി പഠിക്കുകയാണ്. അവിടെയൊക്കെ പഠിക്കുന്ന നല്ലൊരു ശതമാനം കുട്ടികൾ നമ്മുടെ കുട്ടികളാണ്. അപ്പോൾ നമുക്ക് ഇവിടുത്തെ ഈ അലോട്ട്മെന്റ് പ്രോസസ്സും അഡ്മിഷൻ ഷെഡ്യൂളും ഒക്കെ മറ്റ് സ്ഥലങ്ങളെ അപേക്ഷിച്ച് വളരെ പുറകിലാണ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് കുറെ കൂടി ഈ പ്രൊസീജിയർ സിംപ്ലിഫൈ ചെയ്തുകൊണ്ട് നമ്മുടെ വിദ്യാർത്ഥികൾക്ക് ഇവിടെ അഡ്മിഷൻ ലഭിക്കുന്നതോടൊപ്പം മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾക്ക് പോലും കേരളത്തിൽ വന്ന് അഡ്മിഷൻ എടുക്കാവുന്ന ഒരു അറ്റ്മോസ്ഫിയർ ഉണ്ടാക്കണം. ഇപ്പോൾ ഈ കീമിന്റെ റെഗുലേഷൻ നിലനിൽക്കുന്നത് കൊണ്ട് കേരളത്തിന് പുറത്തുള്ള വിദ്യാർത്ഥികൾ ആരും ഇവിടെ വന്ന് അഡ്മിഷൻ എടുക്കാൻ സാധിക്കുന്നില്ല. എന്നാൽ അതേസമയം തമിഴ്നാട്ടില് അങ്ങനെ ഒരു വിഷയമില്ല, നമ്മുടെ കുട്ടികളൊക്കെ അവിടെ പോയി അഡ്മിഷൻ എടുക്കുകയാണ്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, കീമിനെ സംബന്ധിച്ച് പുനരാലോചനയുണ്ട്. അത് കുറെ കൂടി സ്റ്റുഡന്റ് ഫ്രണ്ട്ലി ആക്കുന്നതിനും കുറെ കൂടി ഈസി ആക്കുന്നതിനും മറ്റ് പുറത്തുനിന്നുള്ള വിദ്യാർത്ഥികൾക്ക് ഉൾപ്പെടെ കേരളത്തിൽ വരാനുള്ള സാഹചര്യങ്ങൾ ഒരുക്കുന്ന തരത്തിലേക്ക് കീമിനെ നമ്മൾ മാറ്റിയെടുക്കും. VBS ബില്ലിനെ സംബന്ധിച്ച് ഗവൺമെന്റ് സംസ്ഥാനത്തിന്റെ അഭിപ്രായം അത് കൃത്യമായിട്ട് നമ്മൾ സ്റ്റാൻഡിംഗ് പാർലമെന്ററി കമ്മിറ്റിക്ക് നമ്മൾ അറിയിച്ചിട്ടുണ്ട്. ഞാൻ അത് സംബന്ധിച്ച് ഒരു കത്ത്, വിശദമായിട്ടുള്ള കത്ത് കേരളത്തിലെ മുഴുവൻ പാർലമെന്റ് അംഗങ്ങൾക്കും കഴിഞ്ഞ ദിവസം കൊടുത്തിട്ടുണ്ട്. നമ്മൾ പാർലമെന്റ് അംഗങ്ങളോട് എല്ലാവരോടും, കേരളത്തിന്റെ പാർലമെന്റ് അംഗങ്ങളോടും മൊത്തം രാഷ്ട്രീയത്തിനൊക്കെ അതീതമായി സംസ്ഥാനത്തിന്റെ താല്പര്യം വിദ്യാഭ്യാസ രംഗത്ത് സംരക്ഷിക്കുന്നതിന് വേണ്ടി VBS ബില്ലിലുള്ള സംസ്ഥാനങ്ങൾക്ക് വിരുദ്ധമായിട്ടുള്ള ക്ലോസുകൾ, പ്രൊവിഷൻസ്, അതിനെതിരെ ശക്തമായി നമ്മുടെ നിലപാട് അറിയിക്കണം എന്ന് അഭ്യർത്ഥിച്ചിട്ടുണ്ട്. സംസ്ഥാനവും ഔദ്യോഗികമായിട്ട് നമ്മുടെ നിലപാട് കേന്ദ്ര സർക്കാരിനെ മുമ്പിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട്. കാരണം ഇതിനകത്ത് നിലവിലെ ഫെഡറൽ തത്വങ്ങൾക്ക് വിരുദ്ധമായിട്ടുള്ള പല പ്രൊവിഷൻസും VBS ബില്ലിലുണ്ട്. ഇതിനെ മുഴുവനും എഡ്യൂക്കേഷൻ കൺകറന്റ് ലിസ്റ്റിലുള്ള ഒരു വിഷയമാണെങ്കിൽ കൂടി അതിനെ പൂർണ്ണമായും സെൻട്രലൈസ് ചെയ്യുന്ന തരത്തിലുള്ള ഒരു ബില്ലാണ് വരാൻ പോകുന്നത്. അതിന്റെ പ്രൊവിഷൻസ് ഇപ്പോൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് UGC AICT പോലുള്ള സംവിധാനങ്ങൾ തന്നെ ഇല്ലാണ്ടാകാൻ പോവുകയാണ് ആ ബില്ല് നടപ്പിലായത്. അപ്പൊ അതുപോലെ തന്നെ സംസ്ഥാനങ്ങൾക്ക് വിദ്യാഭ്യാസ മേഖലയിൽ പ്രത്യേകിച്ച് കരിക്കുലത്തിൽ ഉൾപ്പെടെയുള്ള നമ്മുടെ സ്വാതന്ത്ര്യം ഉൾപ്പെടെ ചിലപ്പോൾ നഷ്ടപ്പെടാവുന്ന സാഹചര്യങ്ങൾ ഉണ്ടാവും. അതിനകത്ത് വളരെ വളരെ ഹാർഷായിട്ടുള്ള പെനാൽറ്റി പ്രൊവിഷൻസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അതായത് ഈ ബില്ലിൽ വെച്ചിരിക്കുന്ന മാനദണ്ഡങ്ങൾ അല്ലെങ്കിൽ അത് കംപ്ലൈ ചെയ്യാത്ത സ്ഥാപനങ്ങളെ വലിയ ഭീമമായ പെനാൽറ്റി അടിക്കുന്ന ഉൾപ്പെടെയുള്ള പ്രൊവിഷൻസ് ആണ് അതിനകത്ത് കാണുന്നത്. അപ്പൊ അത് തീർച്ചയായിട്ടും നമ്മുടെ സംസ്ഥാനത്തിന്റെ, രാജ്യത്തിന്റെ ഫെഡറൽ സിസ്റ്റത്തിന് തന്നെ യോജിക്കാത്ത ഒരു ബില്ലാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ അഭിപ്രായം കേന്ദ്ര സർക്കാരിനെ അറിയിച്ചിട്ടുണ്ട്. അത് നമ്മുടെ MP-മാരും പാർലമെന്റിൽ ആ വിഷയങ്ങൾ ഉന്നയിക്കുന്നതായിരിക്കും. കമ്മിറ്റി ഫോം ചെയ്യും. അല്ല, ഞാൻ പറഞ്ഞല്ലോ, ഞാൻ മാറ്റം എന്ന് പറഞ്ഞാൽ, പരിഷ്കാരം എന്ന് പറഞ്ഞാൽ, അതാ ഞാൻ പറഞ്ഞത്, കീം നിർത്തലാക്കുന്നു എന്ന് പറഞ്ഞ് നിങ്ങൾ വാർത്ത കൊടുക്കേണ്ടെന്ന് പറഞ്ഞത്. ഇതിനകത്ത് ആവശ്യമായിട്ടുള്ള പരിഷ്കാരങ്ങൾ കൊണ്ടുവരുമെന്നാണ് പറഞ്ഞത്. അതിനെ സംബന്ധിച്ച് കൃത്യമായി പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു ടീമിനെ നിയോഗിക്കും. ആ ടീം അതിനെ സംബന്ധിച്ച് പഠിച്ച്, ഒരു വിദഗ്ധ സമിതി പഠിച്ച് റിപ്പോർട്ട് നൽകും. അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ കീമിൽ ആവശ്യമായിട്ടുള്ള മാറ്റങ്ങൾ കൊണ്ടുവരും. ഇപ്പൊ ഞാൻ ചില കാര്യങ്ങൾ ഞാൻ സൂചിപ്പിച്ചു, ഞാനിപ്പോൾ അതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. ഞാൻ പറഞ്ഞല്ലോ, ഒരു വിദഗ്ധ സമിതിനെ വെച്ച് പഠിച്ച് നമ്മൾ അതിന്റെ റിപ്പോർട്ട് വന്നിട്ടായിരിക്കും നമ്മളത് ചെയ്യുക. ഇപ്പൊ ഞാൻ അതിനകത്ത് ഇപ്പൊ ഗവൺമെന്റ് എന്താണ് ചെയ്യാന്നുള്ളത് നമ്മൾ അതിന് മുമ്പേ നമ്മളിപ്പോൾ പറയേണ്ട കാര്യമില്ല. അല്ല, അങ്ങനെ നമ്മൾ പ്രത്യേകിച്ച് ഒരു മാനേജ്മെന്റിനെ വിവേചിച്ച് കാണുന്ന രീതിയൊന്നുമില്ല. അത് ഫയൽ വരുന്നതനുസരിച്ച് നമ്മൾ അതിനകത്ത്, അതൊക്കെ അഡ്മിനിസ്ട്രേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അതിനകത്തൊന്നും പ്രത്യേകിച്ചുള്ള ഒരു വിവേചനവും ഇല്ല. നമുക്ക് എല്ലാവർക്കും മാനദണ്ഡങ്ങൾ അനുസരിച്ച് അത് മുന്നോട്ട് പോകും. PM ശ്രീയെ സംബന്ധിച്ച് പഠിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ക്യാബിനറ്റ് സബ് കമ്മിറ്റിയെ വെച്ചത്. ഇത് കഴിഞ്ഞ ഗവൺമെന്റിന്റെ കാലത്ത് അവർ ഒപ്പിട്ട ഒരു കരാറാണ്. അതിനകത്ത് നമ്മളെ സംബന്ധിച്ചിടത്തോളം UDF-നെ സംബന്ധിച്ച് കൃത്യമായ അഭിപ്രായം ഉണ്ടായിരുന്നു. നമ്മൾ ഒരു കാരണവശാലും നമ്മൾ PM ശ്രീയുമായിട്ട് മുന്നോട്ട് പോകുന്നതിനോട് നമ്മൾ യോജിച്ചിരുന്നില്ല.
പക്ഷെ നിലവിൽ ഗവൺമെന്റ് കൃത്യമായി ഒരു കരാറിൽ ഒപ്പിട്ട് LDF ഗവൺമെന്റ് സംസ്ഥാനത്തിന് ആ കരാറിൽ നിന്നും പിന്മാറാൻ സാധിക്കാത്ത തരത്തിലുള്ള വകുപ്പുകൾ ഉൾപ്പെടുത്തിയാണ് അതിനകത്ത് ഒപ്പിട്ടിരിക്കുന്നത്. അപ്പോൾ ഗവൺമെന്റ് ഇപ്പോൾ സബ് കമ്മിറ്റി വെച്ചിരിക്കുന്നു, ക്യാബിനറ്റ് സബ് കമ്മിറ്റി ആ വിഷയങ്ങളൊക്കെ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനകത്ത് കൃത്യമായി പരിശോധിച്ച് നമ്മൾ അതിനകത്ത് തുടർ നടപടികൾ സ്വീകരിക്കും. അപ്പോൾ ഈ സർക്കാർ കോളേജിലെ പ്രിൻസിപ്പൽമാരുടെ സ്ഥലം മാറ്റം അത് രാഷ്ട്രീയ പ്രേരിതമായി ചെയ്യുന്നു. അതായത് ഈ കോഴിക്കോടുള്ള ആളുകളെ ഇടുക്കിയിലേക്ക് മാറ്റുന്നു, കോഴിക്കോട് തന്നെ വേക്കൻസി ഉള്ളപ്പോൾ എല്ലാം അയൽ ജില്ലകളിൽ വേക്കൻസി കൊടുക്കും. ഇതൊന്നും പരിഗണിക്കാതെ തലങ്ങും വിലങ്ങും ട്രാൻസ്ഫർ ചെയ്തിരിക്കുന്നു എന്നാണ് പറയുന്നത്. അതിൽ എന്തെങ്കിലും എന്താണ് അത്തരം ഒരു ട്രാൻസ്ഫർ? ഇതെല്ലാം കേരളത്തിന്റെ ഭാഗമല്ലേ. അപ്പോൾ അതിന് ട്രാൻസ്ഫർ ചെയ്യുന്നതിനും ഇതൊക്കെ അഡ്മിനിസ്ട്രേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് അതിൻ്റെതായിട്ടുള്ള വ്യവസ്ഥാപിതമായിട്ടുള്ള സംഘടനങ്ങളും രീതികളൊക്കെ ഉണ്ട്. ആ രീതികൾ പാലിച്ചുകൊണ്ട് തന്നെയാണ് അത് നടത്തിയിരിക്കുന്നത്. അത് മുൻകാലങ്ങളിലൊക്കെ അനുഭവങ്ങൾ വെച്ച് പറയുന്നതായിരിക്കും. അതൊക്കെ എല്ലാവരും അല്ല, ഇതൊക്കെ നമ്മളെല്ലാവരും സർക്കാർ സർവീസിലുള്ള ആളുകള് നമ്മൾ കോഴിക്കോടുന്നോ ഇടുക്കിയെന്നോ മറ്റ് കാസർഗോഡെന്നോ വേർതിരിച്ച് കാണേണ്ട കാര്യമില്ലല്ലോ. നമുക്ക് എല്ലാവരുടെ എക്സ്പെർട്ടൈസ് നമുക്ക് എല്ലായിടത്തും ഉപയോഗപ്പെടുത്തുന്നതാണ്. ദേശീയ അധ്യക്ഷനായിരുന്ന ദീർഘകാലം. അപ്പൊ UDF മന്ത്രിസഭ ഇപ്പൊ നിലവിലുണ്ട്. UDF മന്ത്രിസഭയിൽ ഉണ്ടാവുന്ന കാര്യങ്ങളിൽ KSയുടെ അഭിപ്രായം പറയാൻ പാടില്ല എന്നുള്ള നിലപാടുണ്ട്. അല്ല, ആളുകൾ നമ്മൾ പാർട്ടിയുമായി ബന്ധപ്പെട്ടുകൊണ്ടിട്ട് എല്ലാവർക്കും അഭിപ്രായങ്ങൾ പറയാനുള്ള സ്വാതന്ത്ര്യവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് ഏത് അഭിപ്രായം എങ്ങനെ പറയുന്നു, എവിടെ പറയുന്നു, ഏത് വിഷയത്തിൽ പറയുന്നു എന്നുള്ളതൊക്കെയാണ്. അതൊക്കെ ഗവൺമെന്റും പാർട്ടിയും ഒക്കെ കൂടി ആലോചിച്ച് അതിനകത്ത് ആവശ്യമായിട്ടുള്ള തീരുമാനങ്ങളൊക്കെ ഉണ്ട്. സംസ്ഥാന അധ്യക്ഷനെ കാണാൻ പോലും മുഖ്യമന്ത്രി തയ്യാറായിട്ടില്ല. മുഖ്യമന്ത്രിയെ കാണാനൊക്കെ ആർക്ക് നിങ്ങൾ പോയ ആർക്കും നിന്ന് കാണാനോ മുഖ്യമന്ത്രിയെ കാണാനായിട്ട് പൊതുജനങ്ങളെ കാണാൻ ഒരു മിനിറ്റ്. അത് പഴയ മുഖ്യമന്ത്രിയെ പോലെ ഒന്നുമല്ലല്ലോ. നിങ്ങൾക്ക് അടുത്ത് ചെല്ലുമ്പോഴത്തേക്കും കൂടെ നിങ്ങളോട് കടക്കപ്പുറത്ത് എന്ന് പറയുന്ന മാധ്യമപ്രവർത്തകർ ഉൾപ്പെടെ കടക്കപ്പുറത്ത് എന്ന് പറയുന്ന ഒരു ഭരണ സംവിധാനമല്ല ഇന്ന് കേരളത്തിലുള്ളത്. കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ ആർക്കും കാണാം. അവിടെ പൊതുജനങ്ങളെ ഉൾപ്പെടെ പരാതികൾ കൊടുക്കാൻ വരുന്ന ആളുകളെ, ബോധിപ്പിക്കാൻ വരുന്ന ആളുകളെയൊക്കെ കാണാനായിട്ടുള്ള സംവിധാനം അവിടെ ഉണ്ട്. അതനുസരിച്ചിട്ട് ആർക്കും വേണേലും കാണാം. അപ്പൊ അതിനകത്ത് പ്രത്യേകിച്ച് ഒരാളെ കാണാൻ തന്നെ കാണുക. അത് നിങ്ങൾ പറഞ്ഞല്ല, അങ്ങനെ ഒരു KPCC ജനറൽ സെക്രട്ടറിക്ക് കാണാൻ കഴിയുന്നില്ല, KSU സംസ്ഥാന പ്രസിഡന്റിന് കാണാൻ കഴിയുന്നില്ല, NSSന്റെ സംസ്ഥാന അധ്യക്ഷന് കാണാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് വിമർശനം വരുന്നത്. ഇവര് ഈ ഇരിക്കുന്ന ആളുകളൊക്കെ മുഖ്യമന്ത്രിനെ എവിടെ വെച്ചാലും കാണുന്നവരാണ്. മുൻകൂട്ടി അനുവാദം വേണ്ട. മുൻകൂട്ടി അനുവാദം ഒന്നും ആവശ്യമില്ല. അധികാരത്തിലെത്തുമ്പോൾ ഈ കാര്യങ്ങൾ മറന്നു പോകുന്നവരെ ജനം തിരിച്ചറിയുന്ന പോസ്റ്റ് ജനം മറന്നാലേ വിഷയമുള്ളൂ. ഞാൻ മറക്കുന്നില്ലല്ലോ. ഇല്ല, അധികാരത്തിലെത്തുമ്പോൾ മറന്നാല ജനം തിരിച്ചറിയും. അതിപ്പോ പ്രത്യേകിച്ച് ആരെയും ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ. നിങ്ങൾ അതിനകത്ത് കൂടുതലൊക്കെ വായിച്ചു പോകട്ടെ. നിങ്ങൾ അതിനകത്ത് ഞാൻ പറഞ്ഞല്ലോ, കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ കാണാൻ, മന്ത്രിമാരെ കാണാൻ ഇവിടെ ആർക്കും ഒരു തടസ്സവുമില്ല. അത് മുൻകൂട്ടി അനുവാദം വേണ്ട, അത് കാണാം. നിങ്ങൾ അതിനപ്പുറത്തേക്ക് നിങ്ങൾ കൂടുതൽ അതിനകത്ത് വായിക്കാൻ പോകുമ്പോഴാണ് ഈ കുഴപ്പമുണ്ടാകുന്നത്. നിങ്ങൾ അതിനകത്ത് കൂടുതൽ വായിക്കാതിരുന്നാൽ ഇതൊരു കുഴപ്പമില്ല.